ദൂരത്തും ചാരത്തും വീടുകളിലും വഴിത്താരയിലും ഇതുവരെയും ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടായിരുന്ന ഈ ദേശത്തിലെ എല്ലാ ബഹുമാനരായ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. മദ്യം, മയക്കുമരുന്ന്, കഞ്ചാവ് പോലെയുള്ള മാരകമാകുന്ന ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തെ ഉച്ചോട് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ ലഹരിയില്ലാത്ത, ലഹരി പദാർത്ഥങ്ങളില്ലാത്ത, ലഹരിയുടെ സ്വാധീനമില്ലാത്ത നവഭാരതത്തെ പണിതുയർത്തുവാൻ വേണ്ടി ഇന്ന് പ്രഭാത സമയം തുടങ്ങി അടൂരിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ പിന്നിട്ട് ഈ ഉച്ച സമയത്ത് ഈ മനോഹര ദേശത്ത് കടന്നു വന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ലഘു സന്ദേശം ഈ ദേശത്തോട് പങ്കുവയ്ക്കുവാൻ ഞങ്ങൾക്ക് ലഭിച്ച ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. തിരക്കേറിയ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചില വിലപ്പെട്ട മിനിറ്റുകൾ നിങ്ങളുടെ ശ്രദ്ധ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കാം, വീണ്ടും വീണ്ടും എന്തിനാണ് ഇങ്ങനെയുള്ള മൈക്രോഫോണൊക്കെ വച്ച് ഈ ദേശത്ത് കടന്നു വന്ന ഇപ്രകാരമുള്ള പാട്ടൊക്കെ പാടി ഇവരിങ്ങനെയുള്ള പ്രസംഗങ്ങൾ എന്തിനിങ്ങനെയൊക്കെ ചെയ്യുന്നുവെന്ന് നിങ്ങൾ ചിന്തിക്കുവാൻ സാധ്യതയുണ്ട്. ഇവന്മാർക്ക് മറ്റു പണിയൊന്നുമില്ലാത്തത് കൊണ്ടാണോ, മറ്റു പണിക്കൊന്നും പൊയ്ക്കൂടെ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇന്ന് പകൽ നിങ്ങൾ തിരിച്ചറിയണം, മറ്റു പണിയില്ലാഞ്ഞത് കൊണ്ടല്ല, പണിക്ക് പോകാത്തത് കൊണ്ടല്ല. ഞങ്ങളുടെ കൂടെയുള്ളതിൽ സ്കൂൾ തലങ്ങളിൽ, കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റ് പലവിധമാകുന്ന ജോലിക്ക് കടന്നു പോകുന്ന യൗവനക്കാരുണ്ട്. പഠനത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ, ജോലി തിരക്കിനിടയിൽ ഇതുപോലെ ലഭിക്കുന്ന ചില സമയങ്ങൾ ദേശാന്തരങ്ങൾ കടന്നു ചെന്ന് ഞങ്ങളാൽ കഴിയുമ്പോഴും ലഹരിക്കെതിരായുള്ള, ലഹരി പദാർത്ഥങ്ങൾക്കെതിരായുള്ള ബോധവൽക്കരണ സന്ദേശത്തെ ആത്മാർത്ഥതയോടെ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ പങ്കുവയ്ക്കുന്നുവെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമായി നിങ്ങളുടെ മുൻപാകെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ ദൃശ്യശ്രവണ മാധ്യമങ്ങളാണ്. എന്നും പ്രഭാത സമയത്ത് സൂര്യന്റെ പൊൻകിരണങ്ങൾ അടർന്നു വീഴുന്ന പ്രഭാതത്തിൽ പത്രക്കാരന്റെ വിരൽത്തുമ്പിൽ നിന്നും വീടിന്റെ പടിവാതിൽക്കൽ പറന്നു വീഴുന്ന പത്രത്തിന്റെ താളുകൾ നിവർത്തി നോക്കിയാൽ നിരവധി വാർത്തകൾ നമുക്കതിൻ്റെ അകത്ത് കാണുവാൻ കഴിയുന്നുണ്ട്. വീട്ടിൻ്റെ അകത്ത് മേടിച്ചു വച്ചിരിക്കുന്ന ടെലിവിഷൻ മാധ്യമം നാം ഒന്ന് ഓൺ ചെയ്ത് നോക്കിയാൽ നിരവധി വാർത്തകൾ നമുക്ക് അതിൻ്റെ അകത്ത് കാണുവാനും കേൾക്കുവാനും കഴിയുന്നുണ്ട്. ലോകത്തിന്റെ നാനാഭാഗത്ത് സംഭവിക്കുന്ന വാർത്തകൾ ഞൊടിനേരം കൊണ്ട് കാണുവാൻ കഴിയുന്ന സാങ്കേതിക നിലവാരമുള്ള മൊബൈൽ ഫോണുകൾ, ഇന്റർനെറ്റ് നമ്മുടെ കരങ്ങളിലുണ്ട്, ഭവനങ്ങളിലുണ്ട്. അതിലൊന്ന് തിരഞ്ഞു നോക്കിയാലും നിരവധി വാർത്തകൾ നമുക്ക് കാണുവാനും കേൾക്കുവാനും കഴിയുന്നുണ്ട്. എന്താണ് നാം കാണുന്ന വാർത്തകൾ? എന്താണ് നാം കേൾക്കുന്ന വാർത്തകൾ? എന്താണ് നാം വായിക്കുന്ന വാർത്തകൾ? ഒന്നുകിൽ ഒരു കൊലപാതകം, അല്ലെങ്കിൽ ഒരു അപകട മരണം, അല്ലെങ്കിൽ ഒരു ആത്മഹത്യ, അല്ലെങ്കിൽ ഒരു അടിപിടി കേസ്. ഇതല്ലാതെ എന്ത് വാർത്തയാണ് നവമാധ്യമങ്ങൾക്ക് ഇപ്പോൾ നമ്മോട് പറയുവാനുള്ളത്? ഞങ്ങൾ മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗത്ത്, കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രമുഖർ, ആരോഗ്യ മേഖലയിലുള്ള പ്രമുഖർ, അതുപോലെ തന്നെ രാഷ്ട്രീയപരമായ, മതപരമായ എല്ലാം വളരെ ആത്മാർത്ഥതയോടുകൂടി ലഹരിക്കെതിരായുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം അത്ര ഭയാനകമാകുന്ന രീതിയിലേക്ക് ലഹരിയുടെ സ്വാധീനം മനുഷ്യനെ ചൊലുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെയല്ല മനുഷ്യന് മാറുവാൻ കഴിയുന്നു? എന്തുകൊണ്ട് ഇങ്ങനെയല്ല പ്രവർത്തിക്കുവാൻ മനുഷ്യന് കഴിയുന്നു? പണമില്ലാത്തത് കൊണ്ടല്ല, വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടല്ല. 10-15 വർഷം പുറകിലേക്ക് ചിന്തിക്കാമെങ്കിൽ നല്ല വിദ്യാഭ്യാസ സൗകര്യങ്ങളെന്നുണ്ട്, നല്ല ജീവിത രീതികളെന്നുണ്ട്, നല്ല ഭവനങ്ങളെന്നുണ്ട്, നല്ല ഗതാഗത മാർഗങ്ങളുണ്ട്, നല്ല തൊഴിൽ മേഖലകളുണ്ട്. ഇതെല്ലാം തന്നെ ഉണ്ടായിട്ടും മനുഷ്യന്റെ ദുഷ്പ്രവൃത്തിക്ക് മാത്രം, ലഹരി പദാർത്ഥങ്ങളുമായുള്ള ബന്ധത്തിന് മാത്രം യാതൊരു കുറവും ഇല്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾ കേൾക്കുന്നുണ്ട് മാന്യ ശ്രോതാവേ, ഇത് വിദേശ രാജ്യത്തെ കുറിച്ചോ ആഫ്രിക്ക അന്യ സംസ്ഥാനങ്ങളെ കുറിച്ചുള്ള കാര്യമല്ല ഞങ്ങൾ പറയുന്നത്. മറിച്ച് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് മലയാളി അഭിമാനത്തോടെ മാറത്ത് കൈവച്ചു പറഞ്ഞ നമ്മുടെ കൊച്ചു കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥയാണ് ഞങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളമെന്ന് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരി പദാർത്ഥങ്ങളുടെ നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കളിചിരി മാറാത്ത പിഞ്ചോമന കുഞ്ഞിനെ കാലി പിടിച്ച് നിലത്തടിച്ച് കൊല്ലുന്ന നരഭോജികളായ പിതാക്കന്മാരുടെ നാടായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. തന്റെ കൂടപ്പുറപ്പിനെ മദ്യത്തിന്റെ ലഹരിയിൽ തിരിച്ചറിയുവാൻ കഴിയാതെ പിച്ചു ചീന്തുന്ന സഹോദരങ്ങളുടെ നാടായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു.
ജനിപ്പിച്ച അപ്പനെയും അമ്മയെയും തലക്കടിച്ചും കടാര കൊണ്ട് കുത്തി കുലപ്പെടുത്തുന്ന ആൺമക്കളുടെ നാടായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. ഇതാണോ ദൈവത്തിന്റെ സ്വന്തം നാട്? അല്ലേയല്ല. ഇത് ലഹരിയുടെ നാടായി മാറിക്കൊണ്ടിരിക്കുന്നു, അക്രമത്തിന്റെ നാടായി മാറിക്കൊണ്ടിരിക്കുന്നു, ലഹരി പദാർത്ഥങ്ങളുടെ നാടായി മാറിക്കൊണ്ടിരിക്കുന്നു. മാറി മാറി വരുന്ന രാഷ്ട്രീയ പാർട്ടിക്കും മത നേതാക്കന്മാർക്കും മതസംഘടനകൾക്കും ഈ ലോകത്തെ മാറ്റുവാൻ കഴിയാതിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഞങ്ങളുടെ കവല പ്രസംഗത്തിന് ഏറെ പ്രസക്തിയുണ്ട്. എന്താ ആ പ്രസക്തി? ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് വീടിനും വീട്ടുകാർക്കും വേണ്ടാത്തവരായി, സമൂഹത്തിനും നാട്ടുകാർക്കും വേണ്ടാത്തവരായി ചേർത്ത് പിടിക്കേണ്ടവരെല്ലാം മാറ്റി നിർത്തി സമൂഹത്തിൽ നിന്നയോടെ ജീവിച്ച വ്യക്തികളായിരുന്നു ഞാനും ഞങ്ങളിൽ പലരും. ഈ മൈക്രോഫോൺ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന എന്റെ പേര് ബിജു എന്നാണ്. എന്റെ സ്വന്തം സ്ഥലം തിരുവനന്തപുരമാണ്. എനിക്ക് 32 വയസ്സ് പ്രായമുണ്ട്. ഒരുപക്ഷെ എന്റെ സമപ്രായമുള്ള യൗവനക്കാര് ഈ ദേശത്ത് പല ഭവനത്തിലുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പാർക്കുന്ന പല ഭവനത്തിനെയും അടുത്തുള്ള ഭവനങ്ങളിൽ എന്റെ പ്രായമുള്ള യൗവനക്കാരുണ്ടായിരിക്കാം. എന്താണ് ഇന്നത്തെ യൗവനക്കാരുടെ അവസ്ഥ? ആ പല യൗവനക്കാരും മാതാവിന് പിതാവിന് ഭീഷണിയായി മാറുമ്പോൾ, പല മക്കളെ കുറിച്ച് പറയുമ്പോൾ അനേക അപ്പന്റെയും അമ്മയുടെ കണ്ണുകൾ നിറയുമ്പോൾ, പല സഹോദരങ്ങളെ നോക്കിയിട്ട് ഇതെന്റെ ആങ്ങളയാണ്, ഇതെന്റെ പെങ്ങളാണ് എന്ന് പറയുവാൻ പോലും കഴിയാതെ ലജ്ജിച്ച് തലകുനിക്കുമ്പോൾ അഭിമാനത്തോടെ ഈ കവലയിൽ ഞങ്ങൾക്ക് പറയുവാൻ കഴിയും. ഞങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങളുടെ അപ്പന് നിരാശയില്ല, അമ്മയ്ക്ക് നിരാശയില്ല. ഒന്ന് വീട്ടിൽ വരുവാൻ അല്പം വൈകിയാൽ ഭാര്യയ്ക്ക് പേടിയില്ല, മക്കൾക്ക് ടെൻഷനില്ല, അപ്പനും അമ്മയ്ക്കും ടെൻഷനില്ല. കാരണം ഞങ്ങൾ വലിയ മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. ആ ഒരു മാറ്റം ഇന്ന് പകലിൽ ഈ ദേശത്തിലുള്ള ഓരോ ഭവനത്തിന്റെ അകത്തും ഓരോ വ്യക്തികളിലും ഓരോ യൗവന സഹോദരങ്ങളിലും ഉണ്ടാകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എന്റെ കുഞ്ഞു കാലങ്ങൾ നോക്കാമെങ്കിൽ മദ്യപിച്ച് മതോമദ്യനായി ആടി വരുന്ന അപ്പന്റെ മുഖചിത്രം എന്റെ ഹൃദയത്തിന്റെ അകത്തുണ്ട്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിൽ ക്രൂരമായിട്ട് എന്റെ മാതാവിനെ ഉപദ്രവിക്കുന്ന പിതാവിന്റെ ചിത്രങ്ങൾ എന്റെ ഹൃദയത്തിന്റെ അകത്തുണ്ട്. അത് കണ്ടും കേട്ടും വളർന്നൊരു വ്യക്തിയാണ് ഞാൻ. എന്റെ യൗവന പ്രായത്തിൽ കൂട്ടുകാർ നീട്ടി നൽകിയ ബെയിൽ തുടങ്ങിയ ബന്ധം മാറ്റുവാൻ കഴിയാതെ ലഹരിയുമായുള്ള ബന്ധത്തിലേക്ക് വഴുതി വീണിട്ട് എന്തിന് ജീവിക്കണമെന്ന് ചിന്തിച്ച് കിടക്കുന്ന റൂമിന്റെ അകത്ത് തൂങ്ങി മരിക്കുവാൻ വേണ്ടി ശ്രമിച്ച ചരിത്രങ്ങൾ എനിക്കുണ്ടായിരുന്നു. എന്നാൽ ചരിത്രത്തെ മാറ്റിയിട്ട്, വിധിയെ മാറ്റിയിട്ട്, ആത്മഹത്യയുടെ ചിന്തയെ മാറ്റിയിട്ട് അഭിമാനത്തോടെ തകർന്നുകൊണ്ടിരിക്കുന്ന യൗവനക്കാരുടെ മുൻപാകെ ഒരു ജീവന്റെ സാക്ഷ്യമായി എന്നെ നിർത്തിയത് സത്യ സുവിശേഷമാണ്. ആ സുവിശേഷം ഇന്ന് പകൽ താങ്കളുടെ ഹൃദയത്തിന്റെ അകത്ത്, താങ്കളുടെ ഭവനത്തിന്റെ അകത്ത് കരയുന്ന മാതാവേ, കരയുന്ന പിതാവേ, താങ്കളുടെ ജീവിതത്തിന്റെ അകത്ത് ഒരു പരിവർത്തനം വരുത്തുവാൻ ഇന്ന് പകൽ ആ സുവിശേഷത്തിന് കഴിവുണ്ട്. ആ സുവിശേഷം താങ്കളെ സ്വാഗതം ചെയ്യുകയാണ്. ഓരോ വർഷങ്ങൾ കഴിയും തോറും കുറ്റവാളികൾ പെരുകിക്കൊണ്ടിരിക്കുന്നു, അക്രമങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു, കൊലപാതക പരമ്പരകൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ഇതിന് കാരണം? ആർക്ക് ഇതിന് മാറ്റം വരുത്തുവാൻ കഴിയും? 1-2 വർഷങ്ങൾക്ക് പുറകിൽ സന്ദീപ് എന്ന നരഭോജിയായ ഒരു മനുഷ്യൻ, വന്ദന എന്ന 23 വയസ്സുകാരിയായ ഒരു യുവ ഡോക്ടറെ വളരെ മൃഗീയമായിട്ട് കുത്തി കുലപ്പെടുത്തുവാനിടയായി തീർന്നു. ഒരു സുപ്രഭാതത്തിൽ കൊട്ടാരക്കരയെ മാത്രമല്ല കേരളത്തെ ഒന്നടങ്കം ഞെട്ടിപ്പിച്ചുകൊണ്ടാണ് മലയാളികൾ ആ വാർത്ത കേട്ടത്. ആരാണ് ഈ സന്ദീപ്? നല്ല പഠിപ്പുള്ളൊരു മനുഷ്യൻ, നല്ല സാമ്പത്തിക ഭദ്രതയുള്ളൊരു മനുഷ്യൻ, നല്ല ഒരു ജോലിയുള്ളൊരു മനുഷ്യൻ, നല്ല പഠിത്തമുള്ള അറിവുള്ള സമൂഹത്തിൽ മാതൃകയോട് ജീവിച്ച സന്ദീപ് എന്ന ഒരു അധ്യാപകരെ ഒരു പ്രഭാത സമയത്ത് കേരളത്തെ ഞെടുക്കിയ ഒരു കുലപാതകയാക്കി മാറ്റിയത് മദ്യപാനിയെങ്കിൽ ഇന്ന് മകൾ സ്നേഹിത തിരിച്ചറിയണം. ഒരുപക്ഷെ താൻ ഇതുവരെയും ആരെ ഒന്നും ചെയ്തിട്ടില്ല, താൻ മദ്യപിക്കുന്നു, കിടന്നുറങ്ങുന്നു, ശരിയാ. പക്ഷേ നാളത്തെ പൊൻപുലർ ഒരുപക്ഷെ കേരളത്തെ ഞെടുക്കുന്ന, നമ്മുടെ ഭാരതത്തെ വിറപ്പിക്കുന്ന ഒരു കൊടും ക്രൂരവാളിയായി താങ്കളെ മാറ്റുവാൻ താങ്കൾ എന്ന് ആശ്രയിക്കുന്ന, സേവിക്കുന്ന ഈ ലഹരിക്ക് കഴിഞ്ഞുവെന്ന് വരാം. അതിലേക്ക് താങ്കളെ ലഹരി പദാർത്ഥങ്ങൾ കൊണ്ടുപോകും മുൻപ് വാ, സുവിശേഷം താങ്കളെ സ്വാഗതം ചെയ്യുകയാണ്. എന്തിനു വേണ്ടി താങ്കൾ ഇങ്ങനെ മദ്യപിക്കുന്നു? പാടത്തും വരമ്പത്ത് സൂര്യന്റെ ചൂട് നോക്കാതെ, മഴ നോക്കാതെ, രാപ്പകൽ കഠിനാധ്വാനം ചെയ്തിട്ട് ലഭിക്കുന്ന കൂലിയുടെ ഭൂരിഭാഗവും ലഹരി പദാർത്ഥങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്ന സ്നേഹിത, എന്തിനു വേണ്ടി താങ്കൾ ഇങ്ങനെയല്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു? താങ്കൾ നല്ല ആഹാരം കഴിക്കേണ്ട പണം കൊണ്ട്, നല്ല വസ്ത്രം ധരിക്കേണ്ട പണം കൊണ്ട്, താങ്കളുടെ മക്കൾക്ക് നല്ല ആഹാരം നൽകേണ്ട പണം കൊണ്ട്, നല്ല വസ്ത്രം നൽകേണ്ട പണം കൊണ്ട്, നല്ല വിദ്യാഭ്യാസം നൽകേണ്ട പണം കൊണ്ട് ഒരായുസ് മുഴുവൻ കുടിച്ചു തീർത്ത കുടിയ ഒരു മനുഷ്യ ആയുസ് മുഴുവൻ മദ്യത്തിന് വേണ്ടി, ലഹരി പദാർത്ഥങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചിട്ട്
ഇന്ന് പകൽ കൊടിയ താങ്കൾ തിരിച്ചറിയണം. ഒരു മനുഷ്യ ആയുസ് കൊണ്ട് താങ്കൾ കൊടുത്ത പണം കൊണ്ട് മദ്യം വിറ്റവനെ വിളമ്പിയവനെ നോക്ക്. റോഡരികത്ത് വസ്തുക്കൾ മേടിച്ച് ബഹുനില കെട്ടിടങ്ങൾ പണിതുറപ്പിച്ചു, ആഡംബര വാഹനങ്ങൾ അവൻ മേടിച്ചു. അവന്റെ മക്കൾ വിദേശത്ത് കടന്നു ചെന്നു, നല്ല നല്ല കോളേജിൽ പഠിച്ചു, നല്ല നല്ല ജോലികൾ നേടി, നല്ല നല്ല ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ സ്ത്രീധനം നൽകി അവരുടെ മക്കളെ കെട്ടിച്ചയച്ചപ്പോൾ ഒരു മനുഷ്യ ആയുസ് മുഴുവൻ പാടത്തും വരമ്പത്തും അധ്വാനിച്ചിട്ട് ആ പണമല്ല മദ്യം വാങ്ങുവാൻ വേണ്ടിയും പുകയില പദാർത്ഥങ്ങൾ വാങ്ങുവാൻ വേണ്ടി ചിലവഴിച്ചിട്ട് ഹൃദയം തകർന്നവനായി, ആന്തരിക അവയവങ്ങൾ തകർന്നവനായി, കേറിക്കിടക്കുവാൻ സ്വന്തമായ ഒരു വീട് പോലും ഇല്ലാത്തവനായി പടുദരിദ്രനായി താങ്കൾ തീർന്നപ്പോൾ മറുഭാഗത്ത് മദ്യം വിറ്റവനും വിളമ്പിയവനും ധനവാനായി മാറിക്കൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടി ഇന്ന് മകൾ സുവിശേഷം താങ്കളെ സ്വാഗതം ചെയ്യുകയാണ്. മരിച്ചതിന് ശേഷം സുഹൃത്തെ, അപ്പനെ ചേർത്ത് പിടിക്കാനോ അമ്മയെ ചേർത്ത് പിടിക്കാനോ മക്കളെ സ്നേഹിക്കുവാനോ നമുക്ക് ആർക്കും തന്നെ കഴിയത്തില്ല. മരണം സത്യമാണ്, സമയം നിശ്ചയമല്ല. തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞു മുതൽ കട്ടിലിൽ കിടക്കുന്ന വൃദ്ധൻ വരെ മരണത്തിന് അധീനനാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ എന്നെയും അതിൽ കൂടി കടക്കേണ്ട ഒരു വ്യക്തിയാണ്. മരിച്ചുപോയതിനു ശേഷം അപ്പനെ സ്നേഹിക്കാമെന്ന് അമ്മയെ സ്നേഹിക്കാമെന്ന് ആരും തന്നെ വിചാരിക്കേണ്ട. ജനിപ്പിച്ച അപ്പനെ സ്നേഹിക്കുവാൻ, ജന്മം നൽകിയ മാതാവിനെ സ്നേഹിക്കുവാൻ, ജനിപ്പിച്ച മക്കൾക്ക് മാതൃകയുള്ള ഒരു അപ്പനായി അമ്മയായി തീരുവാൻ വേണ്ടി ഇതുവരെ നിനക്ക് കഴിഞ്ഞില്ല എങ്കിൽ ഇന്ന് മക്കൾ സുവിശേഷം താങ്കളെ സ്വാഗതം ചെയ്യുകയാണ്. മരിക്കും മുൻപ് മക്കളെ ചേർത്ത് പിടിച്ച്, അപ്പനെയും അമ്മയെ ചേർത്ത് പിടിച്ച് ഒരുമിച്ച് ആഹാരം കഴിക്കുവാൻ, ഒരുമിച്ച് സന്തോഷമുള്ള നല്ല ഒരു ജീവിതം നയിക്കുവാൻ വാ, സുവിശേഷം നിന്നെ ക്ഷണിക്കുകയാണ്. എന്താണ് ഈ സുവിശേഷം? പല ആൾക്കാർ സുവിശേഷം എന്ന് പറയുമ്പോൾ മതപ്രസംഗമെന്ന് പറഞ്ഞ്, മതപരിവർത്തനമെന്ന് പറഞ്ഞ്, മതത്തിന്റെ സന്ദേശമെന്ന് പറഞ്ഞ് മാറിപ്പോകാറുണ്ട്, കഥകടയ്ക്കാറുണ്ട്, ഇതൊന്നും ശ്രദ്ധിക്കാതെ പോകാറുണ്ട്. എന്നാൽ സുവിശേഷം മതത്തിന്റെ സന്ദേശമല്ല, മതപരിവർത്തനമല്ല, മതത്തിന്റെ ശബ്ദമല്ല. എന്താണ് സുവിശേഷം? രക്ഷയിലേക്കുള്ള മാർഗമാണ് സുവിശേഷം. എന്താണ് സുവിശേഷം? സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഗുഡ് ന്യൂസ് എന്നാണ്. എന്താണ് ഗുഡ് ന്യൂസ്? എന്താണ് സദ്വർത്തമാനം? ദിനംപ്രതി നാം കേൾക്കുന്ന വാർത്തകൾ നമ്മെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, പേടിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് മകൾ ഇതാ നിങ്ങൾക്ക് വേണ്ടി ഒരു സന്തോഷ വാർത്ത ഇന്ന് മകൾ ഞങ്ങൾ വിളിച്ചു പറയുകയാണ്. തകർന്നുപോയവനെ പണിയുന്ന ഒരു സുവിശേഷമുണ്ട്, ഉടഞ്ഞുപോയവനെ പണിയുന്ന ഒരു സുവിശേഷമുണ്ട്. അയ്യോ, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ആ ആത്മഹത്യക്ക് അപ്പുറമായി നിന്നെ രക്ഷിക്കുവാൻ, നിന്റെ കടഭാരത്തെ മാറ്റുവാൻ, രോഗത്തെ മാറ്റുവാൻ കഴിവുള്ള കരുത്തുള്ള ഏക സത്യ ദൈവമേ ഉള്ളൂ. അതാണ് ഇന്ന് മകൾ ഞങ്ങൾ പരസ്യം ഉയർത്തുന്ന യേശുവിന്റെ സുവിശേഷം. ആ സുവിശേഷം താങ്കളെ സ്വാഗതം ചെയ്യുകയാണ്. 2024 വർഷങ്ങൾക്ക് മുൻപ് മാനവകുലത്തിന്റെ പാപത്തിന്റെ വിമോചനത്തിനു വേണ്ടി കാൽവരി കുരിശിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ യേശുക്രിസ്തു പരമ യാഗമായി തീരുവാനിടയായി തീർന്നിട്ടുണ്ട്. യേശുവിന്റെ യാഗത്തിന്റെ വിലയായിട്ട്, യേശുവിന്റെ മരണത്തിന്റെ വിലയായിട്ട് ഈ ലോകത്തിലുള്ള സകല മാനവ കുലത്തിനും സൗജന്യമായി ഈ രക്ഷ ലഭിക്കുവാനിടയായി തീർന്നു. പ്രത്യേക ജാതിക്കല്ല, പ്രത്യേക മതത്തിനല്ല, പ്രത്യേക വിഭാഗത്തിനല്ല, ഈ ലോകത്തിലുള്ള സകല മാനവ കുലത്തിനും ഈ രക്ഷ സൗജന്യമാണ്. ജന്മകർമ്മ പാപങ്ങൾ കൊണ്ട് വലയുന്ന ആരെങ്കിലും ഇന്ന് മകൾ ഞങ്ങളെ കേൾക്കുന്നുവെങ്കിൽ, മാറാ രോഗം കൊണ്ട് ഭാരപ്പെടുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുവെങ്കിൽ ഇന്ന് മകൾ സ്നേഹിത, നിന്റെ നിരാശ മാറ്റുക, നിന്റെ ഭാരങ്ങൾ മാറ്റുക, നിന്റെ ജന്മകർമ്മ പാപത്തെ മാറ്റുക, നിന്റെ ശാപത്തിന്റെ ബന്ധനത്തെ അഴിക്കുക, നിന്നെ വ്യാപരിക്കുന്ന പാരമ്പര്യത്തിന്റെ പോരിനെ മാറ്റുവാൻ കഴിവുള്ള കരുത്തുള്ള ഒരു വ്യക്തി അവൻ ജീവിക്കുന്നുണ്ട്. അവന്റെ പേരാണ് നസ്രയനാകുന്ന യേശു. ആ യേശുവിന്റെ സുവിശേഷം ഇന്ന് മകൾ താങ്കളെ സ്വാഗതം ചെയ്യുകയാണ്. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു, മറ്റൊരുത്തനിൽ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുക ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ എഴുതപ്പെട്ട യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല. ഇന്ന് മകൾ എന്നെ കേൾക്കുന്ന ദേശമേ, ജന്മകർമ്മ പാപങ്ങൾ കൊണ്ട്, ശാപങ്ങൾ കൊണ്ട്, മാറാ രോഗങ്ങൾ കൊണ്ട് വലയുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ ഇന്ന് മകൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് എന്റെ കൂടെ എന്റെ കുഞ്ഞുമുണ്ട്. അവൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവന് 6 വയസ്സ് പ്രായമുണ്ട്. അവന് എന്റെ വൈഫ് കൺസീവായി 4ാമത്തെ മാസം.
കൊട്ടാരക്കരയിലുള്ള ഒരു പ്രമുഖ ഹോസ്പിറ്റലിൽ നിന്ന് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് ഞങ്ങൾ അയക്കുവാനിടയായി തീർന്നു. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ 6 മാസം കടന്നു ചെന്നപ്പോൾ ആ ഡോക്ടർമാർ ഇപ്രകാരം വിധി എഴുതി, ആ കുഞ്ഞിനെ അബോർഷൻ ചെയ്ത് കളയണം. ആ കുഞ്ഞിനെ പ്രസവിച്ചാലും അവന് എഴുന്നേൽക്കാൻ കഴിയത്തില്ല, നടക്കാൻ കഴിയത്തില്ല, സംസാരിക്കാൻ കഴിയത്തില്ല, വികൃതമായിരിക്കുമെന്നെല്ലാം പറഞ്ഞ് ഞങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുവാനിടയായി തീർന്നു. എന്നാൽ ലോക വൈദ്യന്മാരുടെ വാക്കിനെ മാറ്റിയിട്ട് കിടക്കുമെന്ന് പറഞ്ഞ്, നടക്കത്തില്ല എന്ന് പറഞ്ഞ്, സംസാരിക്കത്തില്ല എന്ന് പറഞ്ഞ് ആ വിധിയെ മാറ്റിക്കൊണ്ട്, ആ റിസൾട്ടിനെ മാറ്റിക്കൊണ്ട്, ആ സ്കാനിംഗ് റിപ്പോർട്ടിനെ മാറ്റിക്കൊണ്ട് നടക്കുവാൻ കഴിവുള്ള, സംസാരിക്കാൻ കഴിവുള്ള, എല്ലാവിധ യോഗ്യതകളുമുള്ള ഒരു കുഞ്ഞിനെ സ്വർഗം നൽകിയെങ്കിൽ ഇന്ന് മകൾ എന്നെ കേൾക്കുന്ന ദേശമേ, മാറാ രോഗം കൊണ്ട് ഭാരപ്പെടുന്ന ആരെങ്കിലും ഈ ദേശത്തുണ്ട് എങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. സമാധാനമില്ലാത്ത എന്റെ കുടുംബത്തിന് സമാധാനം നൽകിയ, ആത്മഹത്യയുടെ അനുഭവത്തെ മാറ്റിയ, നിരാശ അനുഭവത്തെ മാറ്റിയ, എന്റെ കുഞ്ഞിന്റെ രോഗം മാറ്റിയ ആ യേശു നിന്നെയും സ്നേഹിക്കുന്നു. സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ ആരെങ്കിലും ഭാരപ്പെടുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഇതിനു വേണ്ടി പണം ചിലവഴിക്കേണ്ട, സമയം കളയേണ്ട, യാത്രകൾ ചെയ്യേണ്ടതേ. ആയിരിക്കുന്ന സ്ഥലത്ത് യേശുവേ, ഞാനൊരു പാപിയാണ്, സമാധാനമില്ലാത്ത വ്യക്തിയാണ്, മാറാ രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തിയാണ്, എനിക്ക് രക്ഷ ആവശ്യമാണ്, സമാധാനം ആവശ്യമാണ്. എന്റെ കുഞ്ഞുങ്ങളോട് സമാധാനമായി സംസാരിക്കുവാൻ, അവരെ സ്നേഹിക്കുവാൻ, എന്റെ ഭാര്യയെ ചേർത്ത് പിടിക്കുവാൻ, ജനിപ്പിച്ച അപ്പനെയും അമ്മയെ സ്നേഹിക്കുവാൻ നല്ലൊരു മനസ്സെനിക്ക് ആവശ്യമാ, മാനസാന്തരം ആവശ്യമാ, അതിന് ഞാൻ റെഡിയാണ് എന്ന് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് ഒന്ന് പറയുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഞങ്ങളെ രക്ഷിച്ച, ഞങ്ങളെ വിടുവിച്ച, ഞങ്ങൾക്ക് മാറ്റം വരുത്തിയ ആ യേശു നിശ്ചയമായിട്ടും നിങ്ങളെയും വിടുവിക്കുവാൻ ശക്തനാണ്. ആ സുവിശേഷം നിങ്ങളെ വിടുവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഇതുവരെയും ശാന്തമായി എന്നെ ശ്രമിച്ചുകൊണ്ടായിരുന്ന ഈ ദേശത്തിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.